CPIയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായ പ്രതികരണം വരുന്നത് ഭക്ഷ്യമന്ത്രി GRNന്റേതാണ്. GRNൽ നമ്മോടൊപ്പം ചേർന്നു. ആദ്യം തന്നെ സ്ഥാനാർത്ഥി അഭിനന്ദനങ്ങൾ. പിന്നെ കഴിഞ്ഞ തവണ മത്സരിച്ച അതേ മണ്ഡലത്തിലാണ്. പക്ഷെ കുറച്ച് സമയമേ ഉള്ളൂ, 25 ദിവസമേ പ്രചാരണത്തിന് കിട്ടുന്നുള്ളൂ. ആദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിലുള്ള സന്തോഷാദ്യം ഞാൻ രേഖപ്പെടുത്തുകയാണ്. വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്കാണ് ഇറങ്ങാൻ പോകുന്നത്. 5 വർഷക്കാലം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായിരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷമാണ്. ജനങ്ങൾ ആഗ്രഹിച്ചതെല്ലാം യാഥാർത്ഥ്യമാക്കിയതിന് ശേഷമാണ് ജനങ്ങളുടെ അടുത്തേക്ക് വീണ്ടും പോകുന്നത്. അതുകൊണ്ട് തന്നെ അഭിമാനകരമായിട്ടുള്ള ഒരു വിജയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് കിട്ടിയതിനേക്കാൾ വൻ ഭൂരിപക്ഷത്തോടുകൂടി ജനങ്ങൾ തിരഞ്ഞെടുക്കുമെന്നുള്ള നല്ല ആത്മവിശ്വാസമാണ് എനിക്കുള്ളത്. 23,000 വോട്ടിൻ്റെ ഒരു ഭൂരിപക്ഷം ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ. ഇത്തവണ പക്ഷേ മണ്ഡലത്തിൽ സജീവമായിരുന്നു. അപ്പോൾ ഈ പ്രചാരണത്തിന് സമയം കുറവെന്നുള്ളതൊക്കെ ഒരു പ്രശ്നമാണോ? 5 വർഷക്കാലം ഞങ്ങൾ ജനങ്ങളുടെ അടുത്തല്ലേ പ്രചരണത്തിൻ്റെ ഭാഗമായി നിന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് സമയക്കുറവും കൂടുതലൊന്നും ഞങ്ങളുടെ മുന്നിലേക്ക് ഒരു വിഷയമാകാറില്ല. ജനങ്ങളോടൊപ്പം എന്ന് നിന്നിട്ടുള്ള ഞങ്ങളെ പ്രത്യേക തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ സമയം ഒരു പ്രത്യേകമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ അതെല്ലാം ജനങ്ങൾക്കറിയാം. ജനങ്ങൾ ഇടതുപക്ഷത്തെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരിക. പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഇന്നിപ്പോ എറണാകുളത്ത് നിന്ന് വരുന്ന വഴിക്ക് തന്നെ നമ്മൾ പലയിടത്തും ഈ പോസ്റ്ററുകളും ബാനറുകളും ചുവരെഴുത്തും ഒക്കെ കണ്ടു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ പോൾ മോഡിലാണ്. അതിലൊരു ഇപ്പോൾ ഇദ്ദേഹം പറയുന്ന പോലെ തന്നെ ഞങ്ങൾ പ്രചരണത്തിലായിരുന്നു, ഇനി പുതുതായിട്ട് പ്രചരണത്തിന്റെ ആവശ്യമില്ല എന്ന് പറയുന്ന പോലെ ഇനി അതിന്റെ ആ അവസാനത്തെ ഘട്ടം മാത്രമാണ് കടക്കൽ പോലെയാണ്. അതെ 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 GRNന്റെ പ്രതികരണം ആ നിലയിലാണ്. മുന്നൊരുക്കങ്ങൾ പൂർത്തിയായിരുന്നു. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സമീപകാലത്ത് ഇപ്പോൾ അടുപ്പിച്ച് CPI നിർമ്മാണം ജയിക്കുന്നുണ്ടെങ്കിലും ഇത്തവണ അവിടെ ജയസാധ്യതയുണ്ട്, ഒന്ന് ഫൈറ്റ് ചെയ്യാൻ കഴിയും എന്നൊരു സാഹചര്യം, അങ്ങനെ ഒരു കണക്കൂട്ടൽ UDF ഉണ്ട്. അപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയം വളരെ പ്രധാനമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. സ്ഥാനാർത്ഥി നിർണ്ണയമാണ് ഇനി വളരെ വേഗത്തിൽ UDFന്റെ ഭാഗത്ത് ഉൾപ്പെടെ ഉണ്ടാകേണ്ടത്. അവിടെ NDAയുടെ കാൻഡിഡേറ്റിന്റെ കാര്യത്തിലും ചില പേരുകൾ കേൾക്കുന്നു. ഗോകുൽ യുവരാജിന്റെ ഉൾപ്പെടെ പേരുകൾ കേൾക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ ചിത്രം തെളിയാൻ ഇനി 2-3 ദിവസം കൂടി എടുക്കുമെങ്കിലും GRNൽ മണ്ഡലത്തിൽ സജീവമാവുകയാണ്. UDFനെ സംബന്ധിച്ച് ഇനി കളയാൻ സമയമില്ല, ഇനി ഒരു തരത്തിലും ആലോചിക്കാനുള്ള സമയമില്ല. ആലോചിച്ച് വെച്ചതൊക്കെ അങ്ങ് അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഒറ്റയാഴ്ചയേ ഉള്ളൂ നോമിനേഷൻ കൊടുക്കാനുള്ള അവസാന തീയതിക്ക് ഇനി ഒറ്റയാഴ്ച, 8 ദിവസത്തിൻ്റെ മാത്രം ആനുകൂല്യമാണുള്ളത് എന്നുള്ളത് കൂടി കാണണം. ഇനി ഒരുപാട് ചർച്ച ചെയ്ത്, ഒരുപാട് ആലോചിച്ച്, ഒരുപാട് ഉഭയകക്ഷി ചർച്ച നടത്തി ഒന്നും സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ മാത്രമുള്ള സമയമില്ല എന്നുള്ളതാണ്